ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ ഇരുവരും ആശ്വാസത്തോടെ നിശ്വസിച്ചു. ശിവനും ചൈതന്യയും. ഇനി ഭയപ്പെടാനില്ലെന്ന ഭാവമായിരുന്നു ഇരുവർക്കും. ചൈതന്യ ശിവന്റെ ചാരത്തേക്ക് ഇത്തിരി കൂടി അടുത്തിരുന്നു, കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എന്ന വണ്ണം. ശിവൻ ഇടത് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ശിരസ് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ട്രെയിനിന് വേഗതയേറിയിരുന്നു. അതിവേഗം പിന്നിലേക്ക് ഓടിമറയുന്ന പാടശേഖരങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ശിവന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ഇനി എന്ത്? ആദ്യത്തെ ഒരു ധൈര്യത്തിന് കാട്ടിക്കുട്ടിയതാണ് എല്ലാം. പക്ഷേ ഇപ്പോൾ ചൈതന്യയാകട്ടെ തികച്ചും ഉല്ലാസവതിയും. ശിവൻ 22 വയസ്സുള്ള സുമുഖനും ആരോഗ്യവാനുമായ യുവാവ്. ഒരു ഇടത്തരം കർഷക കുടുംബത്തിലെ അംഗം. പ്രീ ഡിഗ്രി വരെ പഠിച്ചു. തോറ്റപ്പോൾ അച്ഛനോടൊപ്പം പാടത്തും പറമ്പിലും പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി. ചൈതന്യ സമീപത്ത് തന്നെയുള്ള സമ്പന്ന കുടുംബത്തിലെ ഏക മകൾ. 18 വയസ്സ്, അതിസുന്ദരി. ഒന്ന് നോക്കുന്നവർ ഒന്നുകൂടി നോക്കിപ്പോകും. ഇപ്പോൾ BSc പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ അടുപ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എങ്കിലും വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതിരുന്നത് കാരണം ഒളിച്ചോടേണ്ടി വന്നു. അതും ചൈതന്യയുടെ വിവാഹത്തിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ. ശിവനുമായുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ ചൈതന്യയുടെ വിവാഹം നടത്തണമെന്ന് മാധവ മേനോൻ തീരുമാനിച്ചത്. ചെറുക്കൻ അഡ്വക്കേറ്റ് മണിധർമ്മനാണ്, പ്രസിദ്ധ അഭിഭാഷകൻ ഭാസ്കര മേനോൻ്റെ മകൻ. വിവരങ്ങളൊക്കെ അപ്പോൾ തന്നെ ശിവൻ അറിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു രാത്രിയിൽ അവനും ചൈതന്യയും തമ്മിൽ സന്ധിച്ചു. ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്ന തീരുമാനത്തിലുമെത്തി. വിവാഹത്തിന് തനിക്ക് വേണ്ടി വാങ്ങിയ ആഭരണങ്ങളും ഡാഡിയുടെ സേഫിൽ നിന്നും മോഷ്ടിച്ച കുറേ രൂപയുമായാണ് ചൈതന്യ എത്തിയിരിക്കുന്നത്. ശിവന്റെ കാര്യം നേരെ മറിച്ചാണ്. ആകെ കൈവശമുള്ളത് 100-150 രൂപ മാത്രം. തലേന്ന് രാവിലെ തന്നെ ശിവൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനുകളുടെ സമയമൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പോകുകയാണെന്ന വ്യാജേനയാണ് ചൈതന്യ വീട്ടിൽ നിന്നിറങ്ങിയത്. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും ആഭരണങ്ങളും മറ്റും അടങ്ങിയ ബാഗ് അവൾ ആരും കാണാതെ കാറിനുള്ളിൽ എടുത്തിട്ടിരുന്നു. തനിയെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. സ്ഥിരമായി പണി ചെയ്യിക്കുന്ന വർക്ക്ഷോപ്പിൽ കാർ ഇട്ടതിന് ശേഷം ഡ്രൈവർ വന്ന് അതെടുത്തു കൊണ്ടുപോകുമെന്ന് മേസ്ത്രിയോട് പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചാണ് അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ ശിവൻ കാത്തു നിൽക്കുകയായിരുന്നു. ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തി. കുറേ ആൾക്കാർ കൂടി കയറി. എതിരെ സീറ്റിലിരുന്ന വൃദ്ധൻ അവരെ നോക്കി ചിരിച്ചു. എവിടേക്കാ? ശിവനൊരു സ്ഥലം പറഞ്ഞു. അവിടെ ജോലിയാണോ? അവൻ മൂളി. വൃദ്ധൻ പിന്നെയും ഓരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു. നേരം സന്ധ്യയാകാറായി. അവൾ എവിടെ പോകുകയാണെന്നാ പറഞ്ഞത്? മാധവ മേനോൻ കമലാക്ഷിയുടെ നേരെ ചീറി. സുനിതയുടെ വീട്ടിൽ. ഡ്രൈവറെ എങ്കിലും കൂട്ടി വിടാമായിരുന്നില്ലേ? അവനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. മാധവ മേനോൻ അസ്വസ്ഥതയോടെ അങ്ങിങ്ങുലാത്തി. അവൾ വർക്ക്ഷോപ്പിനടുത്തു നിന്ന് കയറിപ്പോയ ഓട്ടോറിക്ഷക്കാരനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കി വിട്ടതെന്നറിഞ്ഞെങ്കിലും എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ മാധവ മേനോന് കഴിഞ്ഞില്ല. കാരണം ആ സമയം തെക്കോട്ടും വടക്കോട്ടും ട്രെയിനുകളുണ്ട്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്തു ചെയ്യാനാ? മേനോനൊരു വന്യമൃഗത്തെപ്പോലെ മുരണ്ടു. കരുതിക്കുട്ടി തന്നെയല്ലേ പോയിരിക്കുന്നത്? മണിധർമ്മനും വിവരം അറിഞ്ഞു. ഇനിയിപ്പോൾ അയാൾ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? ശിവന്റെ കൂടെ തന്നെയാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പാണോ? അവനെയും കാണുന്നില്ലെന്ന് ആരോ പറഞ്ഞു നടക്കുന്നത് കണ്ടു. പോലീസിൽ പരാതിപ്പെട്ടാലോ? വെറുതെ നമ്മൾ കൂടി നാറണ്ട. മാധവ മേനോൻ ഉറച്ച കാൽവയ്പ്പുകളോടെ പുറത്തേക്കിറങ്ങിപ്പോയി. സമയം രാത്രി 10 മണി കഴിഞ്ഞു. ശിവനും ചൈതന്യയും ട്രെയിനിലെ കച്ചവടക്കാരിൽ നിന്നും ഏത്തയ്ക്ക അപ്പവും ചായയും വാങ്ങിക്കഴിച്ചു. ശിവ, ശിവന്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് അവൾ വിളിച്ചു. നാട്ടിലിപ്പോൾ നല്ല ബഹളമായിരിക്കും അല്ലേ? അവൻ്റെ മനസ്സ് നിറയെ അച്ഛനും അമ്മയും സഹോദരിമാരുമായിരുന്നു. താൻ കാരണം അവർക്കും പേരുദോഷമുണ്ടാകും. തൻ്റെ സഹോദരിമാരുടെ ഭാവിയെ കൂടി അത് ബാധിച്ചു നിൽക്കും. എങ്കിലും അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം തൻ്റെ ആശയങ്ങളും ജീവിതവും ബലി കഴിപ്പിക്കപ്പെട്ടുകൂടാ. അതെ, അതോടെ അവൻ മനസ്സിനെ അങ്ങനെ സമാധാനിപ്പിച്ചു. സമയം രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് അവർ തങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ബാഗുളം തൂക്കി അവർ പ്ലാറ്റ്ഫോറത്തിൽ ഇറങ്ങി. അധികം തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു. അത്ര പ്രധാനമല്ലാത്ത ഒരു സ്റ്റേഷൻ. മങ്ങി കത്തി നിൽക്കുന്ന വിളക്കുകൾ. പലരും ശിവനെയും ചൈതന്യയെയും സൂക്ഷിച്ചു നോക്കി. അവരുടെ ആ വരവിൽ പലർക്കും സംശയം തോന്നി. ഇവിടെ നിന്നും ഈ രാത്രിയിൽ തന്നെ യാത്ര തിരിക്കണോ ശിവ? ചൈതന്യ തിരക്കി. അല്ലാതെ പിന്നെ എന്ത് വിശ്വസിച്ചാണ് രാത്രിയിൽ ഇവിടെ തങ്ങുന്നത്? പുറത്ത് ടാക്സിക്കാറുകൾ കിടക്കുന്നത് അവർ കണ്ടു. എവിടേക്കാണ് സാർ? അവർ തിരിഞ്ഞു നോക്കി. വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ. കാക്കി ഷർട്ടും കൈലിയുമാണ് വേഷം. ടാക്സി വേണമാ? അവൻ വീണ്ടും തിരക്കി. ശിവൻ കീശയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം എടുത്ത് അവനെ കാണിച്ചു. ഈ അഡ്രസ്സ് അറിയുമോ? സ്ഥലവും ഹൗസ് നമ്പറും കാട്ടിത്തരാം. അതുപോരെ? മതി. എങ്കിൽ വരൂ. അവൻ്റെ പിന്നാലെ അവർ ഒരു പഴഞ്ചൻ കാറിനരികിലെത്തി. അവൻ തന്നെ ഡോർ തുറന്നു കൊടുത്തു. അവർ കയറി. പക്ഷേ മറ്റു ചില ടാക്സികളുടെ മറവിൽ ചില കണ്ണുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന വിവരം ആരും അറിഞ്ഞില്ല. ആദ്യമൊന്നും മടിച്ചെങ്കിലും കാർ സ്റ്റാർട്ടായി. ഒരു കുലുക്കത്തോടെ അത് മുന്നോട്ട് നീങ്ങി. ശിവന്റെ ഒരു സുഹൃത്തിൻ്റെ ജോലി സ്ഥലത്തേക്കായിരുന്നു ആ യാത്ര. മേൽവിലാസം വച്ചുകൊണ്ട് പെട്ടെന്ന് പോരുകയായിരുന്നതിനാൽ സുഹൃത്തിനെ വിവരമറിയിക്കാനും കഴിഞ്ഞിരുന്നില്ല.
നിറയെ ഗട്ടറുകളുള്ള റോഡായിരുന്നു. കാറിൻ്റെ ഓരോ ഭാഗവും കുലുങ്ങി ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ചൈതന്യ ശിവൻ്റെ തോളിൽ ചാരിയിരുന്നു. നീണ്ട യാത്രയുടെ ആലസ്യം ശരിക്കും അവളെ ബാധിച്ചിരുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം മുന്നിൽ ഒരു ഗുഹാമാർഗം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയി. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. മുന്നിൽ ഒരു വളവ് തിരിഞ്ഞപ്പോൾ റോഡിന് കുറുകെ കിടക്കുന്ന ഒരു ജീപ്പ്. ഡ്രൈവർ ബ്രേക്ക് അമർത്തി. വല്ലാത്തൊരു കുലുക്കത്തോടെ കാർ നിന്നു. ശിവൻ ചെറുതായി ഒന്ന് ഞെട്ടി. ചൈതന്യ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. ആ ഭാഗത്തൊന്നും ആൾപ്പാർപ്പുള്ള ലക്ഷണമേ ഇല്ലായിരുന്നു. കാർ നിന്നതും ജീപ്പിൽ നിന്നും ചിലർ ചാടിയിറങ്ങി. അവരുടെ കൈവശം ആയുധങ്ങളിരിക്കുന്നത് കണ്ട് കാറിൻ്റെ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തു ചാടി ഇരുളിലൂടെ ഊളിയിട്ടു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ശിവനും അവരെ വ്യക്തമായി കണ്ടു. മല്ലന്മാരെ പോലെ 4 പേർ. ശിവ! ചൈതന്യയുടെ ശബ്ദം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. കാരണം അപ്പോഴേക്കും അവർ കാറിൻ്റെ ഡോർ വലിച്ചു തുറന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങോട്ടിറങ്ങി വാടി! ഒരുവൻ ചൈതന്യയെ പിടിച്ചു വലിച്ചു. ശിവ! അവൾ അവനെ മുറുകെ പിടിച്ചു. ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഒരു നിലവിളി അവളിൽ നിന്നുണ്ടായി. പുറത്തുനിന്നും ബലം പ്രയോഗിച്ചവരുടെ ശക്തിയാൽ ശിവനും ചൈതന്യയും കാറിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു.